മലയാള സിനിമ അതിൻ്റെ ചരിത്രപരമായ 100ാം വാർഷികത്തിലേക്ക് അടുക്കുമ്പോൾ അത് കേവലം സാങ്കേതികമായ വളർച്ചയുടെ മാത്രം കഥയല്ല നമ്മോട് പറയുന്നത്. മറിച്ച് വെള്ളിത്തിരയിൽ മുഖം കാണിക്കുന്ന അഭിനേതാക്കൾ എവിടെ നിന്ന് വരുന്നു, എങ്ങനെ വരുന്നു എന്നതിലുണ്ടായ വലിയൊരു സാമൂഹിക മാറ്റത്തിൻ്റെ ചരിത്രം കൂടിയാണത്. നിശബ്ദ ചിത്രമായ വിഗതകുമാരൻ മുതൽ ഇന്ന് ലോകമെമ്പാടും ചർച്ച ചെയ്യപ്പെടുന്ന പാൻ ഇന്ത്യൻ സിനിമകളിൽ വരെ എത്തി നിൽക്കുമ്പോൾ മലയാള സിനിമയിലെ താരോദയങ്ങളുടെ വഴികൾ അത്ഭുതകരമായ മാറ്റങ്ങൾക്ക് വിധേയമായിട്ടുണ്ട്. ഒരു കാലത്ത് അഭിനയം എന്നത് കഠിനമായ സാധനയും അച്ചടക്കവും ആവശ്യമായ ഒരു കലയായിരുന്നുവെങ്കിൽ ഇന്നത് സാങ്കേതിക വിദ്യയുടെയും സോഷ്യൽ മീഡിയയുടെയും സഹായത്തോടെ ആർക്കും എത്തിപ്പിടിക്കാവുന്ന ഒരു സ്വപ്നമായി മാറിക്കഴിഞ്ഞു. നാടകത്തിൽ തുടങ്ങി മിമിക്രിയിലൂടെയും പാരമ്പര്യത്തിലൂടെയും സഞ്ചരിച്ച് ഇന്ന് ഇൻസ്റ്റാഗ്രാം റീലുകളിൽ എത്തി നിൽക്കുന്ന മലയാള സിനിമയുടെ ഈ മാറ്റം ആഴത്തിൽ പരിശോധിക്കേണ്ട ഒരു കാര്യമാണ്. മലയാള സിനിമയുടെ സുവർണ കാലഘട്ടമെന്ന് വിശേഷിപ്പിക്കാവുന്ന 70കളും 80കളിലും സിനിമ എന്നത് നാടകത്തിൻ്റെ ഒരു തുടർച്ച തന്നെയായിരുന്നു. അക്കാലത്തെ പ്രമുഖരായ മിക്ക അഭിനേതാക്കളും അരങ്ങിൻ്റെ ചൂടും വെളിച്ചവും അറിഞ്ഞവരായിരുന്നു. അഭിനയം എന്നത് ചോരയിൽ അലിഞ്ഞു ചേർന്ന ഒരു വികാരമായിട്ടാണ് അവർ കണ്ടിരുന്നത്. KPSC ഉൾപ്പെടെയുള്ള പ്രശസ്തമായ നാടക സമിതികളിലൂടെയായിരുന്നു അന്നത്തെ സിനിമയുടെ റിക്രൂട്ടിംഗ് ഏജൻസികൾ. തിലകൻ, PJ ആന്റണി, KP ഉമ്മർ, ഭരത് ഗോപി, നെടുമുടി വേണു, മുരളി, ഒടുവിൽ ഉണ്ണികൃഷ്ണൻ, KPSC ലളിത, ഫിലോമിന തുടങ്ങി മലയാള സിനിമയുടെ അവിഭാജ്യ ഘടകങ്ങളായി മാറിയ പ്രതിഭകളെല്ലാം നാടകത്തറയിൽ നിന്ന് പയറ്റി തെളിഞ്ഞവരായിരുന്നു. രാജൻ B ദേവിനെ പോലെയുള്ളവർ കാട്ടുകുതിര പോലെയുള്ള നാടകങ്ങളിലൂടെ ഉണ്ടാക്കിയ ഓളം സിനിമയിലേക്കുള്ള വലിയൊരു പാലമായി മാറി. നാടകം മാത്രമല്ല, കഥകളി, നൃത്തം, കഥാപ്രസംഗം തുടങ്ങിയ കലാരൂപങ്ങളിൽ പ്രാവീണ്യം തെളിയിച്ചവർക്കും സിനിമയിൽ വലിയ സ്വീകാര്യത ലഭിച്ചിരുന്നു. കലയോടുള്ള ആത്മാർത്ഥതയും ശബ്ദ നിയന്ത്രണവും ശരീരഭാഷയിലെ ഒതുക്കവും നാടകത്തിൽ നിന്ന് ലഭിച്ച വലിയ പാഠങ്ങളായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ നടന്മാർ വെള്ളിത്തിരയിൽ എത്തിയപ്പോൾ അവരുടെ പ്രകടനങ്ങൾക്ക് ഒരു പ്രത്യേക ഗാംഭീര്യവും ആഴവും ഉണ്ടായിരുന്നു. പ്രേക്ഷകരെ വിസ്മയിപ്പിച്ച ആ അഭിനയ ശൈലി ഇന്നും പാഠപുസ്തകമായി അവശേഷിക്കുന്നുണ്ട്. 80കളുടെ പകുതിയോടെ മലയാള സിനിമയുടെ ഗതി മാറിയൊഴുകാൻ തുടങ്ങി. അവിടെയാണ് മിമിക്രി എന്ന കലാരൂപം സിനിമയുടെ നട്ടെല്ലായി മാറുന്നത്. കലാഭവൻ, കൊച്ചിൻ ഓസ്കാർ തുടങ്ങിയ ട്രൂപ്പുകൾ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം തരംഗമായി മാറിയ കാലമായിരുന്നു അത്. ശബ്ദാനുകരണത്തിൽ നിന്ന് അഭിനയത്തിലേക്കുള്ള ദൂരം കുറവാണെന്ന് തെളിയിച്ചുകൊണ്ട് ഒരു കൂട്ടം കലാകാരന്മാർ സിനിമയിലേക്ക് കടന്നു വന്നു. ഇത് മലയാള സിനിമയിൽ ഹാസ്യത്തിന് പുതിയൊരു മാനവും വേഗതയും നൽകി. ജയറാം, സിദ്ദിഖ് ലാൽ, സൈനുദ്ദീൻ, കലാഭവൻ മണി, NF വർഗീസ്, ദിലീപ്, നാദിർ ഷാ, ഹരിശ്രീ അശോകൻ, സലിം കുമാർ തുടങ്ങി പിൽക്കാലത്ത് മലയാള സിനിമയുടെ ഗതി നിർണയിച്ച പലരും മിമിക്രി വേദിയിൽ നിന്ന് വന്നവരായിരുന്നു. കേവലം ഹാസ്യ നടന്മാർ എന്നതിലുപരി നായകന്മാരായും സ്വഭാവ നടന്മാരായും എന്തിന് സംവിധായകരും തിരക്കഥാകൃത്തുക്കളുമായി വരെ ഇവർ മാറുകയായിരുന്നു. സാധാരണക്കാരുടെ ജീവിതത്തെയും സംസാര രീതിയെയും ഒപ്പിയെടുക്കാൻ മിമിക്രി കലാകാരന്മാർക്കുള്ള കഴിവ് സിനിമയെ കൂടുതൽ ജനകീയമാക്കി മാറ്റി. സുരാജ് വെഞ്ഞാറമൂടിനെ പോലെയുള്ളവർ പിന്നീട് ഹാസ്യത്തിൽ നിന്ന് സീരിയസ് വേഷങ്ങളിലേക്ക് മാറിയപ്പോൾ അത് മിമിക്രി എന്ന കലയുടെ മറ്റൊരു തലമാണ് വെളിപ്പെടുത്തിയത്. 90കളുടെ അവസാനവും 2000ന്റെ തുടക്കവും സാക്ഷ്യം വഹിച്ചത് മറ്റൊരു മാറ്റത്തിനാണ്. താരങ്ങളുടെ മക്കൾ സിനിമയിലേക്ക് കടന്നു വരുന്ന പ്രവണത ശക്തമായി. ഇതിനെ നെപ്പോട്ടിസം അല്ലെങ്കിൽ സ്വജനപക്ഷപാതം എന്നൊക്കെ വിമർശിക്കാമെങ്കിലും മലയാള സിനിമയിൽ ഇത് ഒരു മിശ്രഫലമാണ് ഉളവാക്കിയത്. പ്രേം നസീറിന്റെ മകൻ ഷാനവാസ് മുതൽ തുടങ്ങുന്ന ഈ ചരിത്രം പക്ഷേ കൂടുതൽ ശക്തമായത് പിൽക്കാലത്താണ്. മമ്മൂട്ടി, മോഹൻലാൽ, സുകുമാരൻ, ജയറാം തുടങ്ങിയ വമ്പൻ താരങ്ങളുടെ മക്കൾ സിനിമയിലേക്ക് എത്തിയത് വലിയ വാർത്താ പ്രാധാന്യത്തോടെയായിരുന്നു. പൃഥ്വിരാജ് സുകുമാരൻ, ദുൽഖർ സൽമാൻ, പ്രണവ് മോഹൻലാൽ, ഫഹദ് ഫാസിൽ, കാളിദാസ് ജയറാം, ഗോകുൽ സുരേഷ്, വിനീത് ശ്രീനിവാസൻ തുടങ്ങിയവർ ഇതിൽ ചില ഉദാഹരണങ്ങൾ മാത്രം. ഇവരിൽ ചിലർക്ക് പിതാവിൻ്റെ പേര് ഒരു എൻട്രി പാസ് നൽകിയെങ്കിലും നിലനിൽപ്പിന് കഴിവ് അത്യാവശ്യമാണെന്ന് കാലം തെളിയിച്ചു. ഫഹദ് ഫാസിലിനെ പോലെയുള്ളവർ ആദ്യ സിനിമയിൽ പരാജയപ്പെട്ടിട്ടും സ്വന്തം പ്രതിഭ കൊണ്ട് തിരിച്ചു വരികയും ഇന്ത്യൻ സിനിമയിലെ തന്നെ മികച്ച നടന്മാരിൽ ഒരാളായി മാറുകയും ചെയ്ത ചരിത്രവും നമുക്ക് മുന്നിലുണ്ട്. പാരമ്പര്യം ഒരു വാതിലാണെങ്കിൽ അതിലൂടെ കടന്ന് ഇരിപ്പിടമുറപ്പിക്കാൻ കഠിനാധ്വാനം ചെയ്തവർ മാത്രമേ വിജയിച്ചിട്ടുള്ളൂ. എന്നാൽ ഇന്ന് 2026 എത്തി നിൽക്കുമ്പോൾ സിനിമയുടെ ലാൻഡ്സ്കേപ്പ് അടിമുടി മാറിയിരിക്കുകയാണ്. നാടകത്തറയോ മിമിക്രി വേദിയോ പാരമ്പര്യമോ അല്ല ഇന്നത്തെ പ്രധാന യോഗ്യത. കയ്യിലൊരു സ്മാർട്ട് ഫോണും ഇൻ്റർനെറ്റും ഉണ്ടെങ്കിൽ ആർക്കും താരമാകാം എന്ന നിലയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു. സോഷ്യൽ മീഡിയയുടെ, പ്രത്യേകിച്ച് ഇൻസ്റ്റാഗ്രാം റീൽസിൻ്റെയും യൂട്യൂബിൻ്റെയും അതിപ്രസരം സിനിമാ കാസ്റ്റിംഗിൻ്റെ രീതിശാസ്ത്രത്തെ തന്നെ പൊളിച്ചെഴുതുകയാണ്. ടിക്ടോക്കിലൂടെയും റീലുകളിലൂടെയും വൈറലായ പല മുഖങ്ങളും ഇന്ന് ബിഗ് സ്ക്രീനിലെ പരിചിത മുഖങ്ങളാണ്.
തണ്ണീർമത്തൻ ദിനങ്ങൾ, പ്രേമലു, രോമാഞ്ചം തുടങ്ങിയ ന്യൂജൻ സിനിമകളിലെ ഭൂരിഭാഗം അഭിനേതാക്കളും സോഷ്യൽ മീഡിയയിലൂടെ ശ്രദ്ധിക്കപ്പെട്ടവരോ അല്ലെങ്കിൽ ഷോർട്ട് ഫിലിമുകളിലൂടെയും വെബ് സീരീസുകളിലൂടെയും കഴിവ് തെളിയിച്ചവരോ ആണ്. പ്രിയ വാര്യരുടെ കണ്ണിറക്കൽ ലോകം മുഴുവൻ വൈറലായതും അവർക്ക് ഇന്ത്യൻ സിനിമയിൽ മികച്ച അവസരങ്ങൾ ലഭിച്ചതും ഈ മാറ്റത്തിൻ്റെ തുടക്കമായിരുന്നു. ഇന്ന് സിനിമ ഓഡിഷനുകളിൽ ബയോഡേറ്റയേക്കാൾ പ്രാധാന്യം നൽകുന്നത് ഇൻസ്റ്റാഗ്രാം പ്രൊഫൈലിനും ഫോളോവേഴ്സിൻ്റെ എണ്ണത്തിനുമാണ്. മുൻപ് വർഷങ്ങളോളം ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ പഠിച്ചും നാടകങ്ങളിൽ അഭിനയിച്ചും ലഭിച്ചിരുന്ന അവസരങ്ങളാണ് ഒരുപക്ഷെ 90 സെക്കൻഡ് ദൈർഘ്യമുള്ള ഒരു റീൽസിലൂടെ ഇന്നത്തെ തലമുറയ്ക്ക് ലഭിക്കുന്നത്. കാർത്തിക് ശങ്കറിനെ പോലെയുള്ളവർ യൂട്യൂബ് വീഡിയോകളിലൂടെ സിനിമാ സംവിധാന രംഗത്തേക്ക് വരെ ചുവടുവയ്ക്കുന്നു. നസ്ലിൻ, മാത്യു തോമസ് തുടങ്ങിയവർ ഈ ഡിജിറ്റൽ യുഗത്തിൻ്റെ ഉൽപ്പന്നങ്ങളാണെന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. ഹാഷിറിൻ്റെ ടീം, അമീന്, അഖിൽ NRD, സഞ്ജു ലക്ഷ്മി, ചൂരൽ ടീം, ശ്രീകാന്ത് വെട്ടിയാർ തുടങ്ങിയവർ മികച്ച ഉദാഹരണങ്ങളാണ്. റിയാലിറ്റി ഷോകളിലൂടെ വന്നവർ സിനിമയിൽ എത്തിയത് പഴയ കഥയാണെങ്കിൽ ഇന്നത് റീൽസ് ഇൻഫ്ലുവൻസർമാരുടെ കാലമാണ്. സിനിമയുടെ പ്രൊമോഷന് പോലും ഇന്ന് സിനിമയിലെ താരങ്ങളെക്കാൾ കൂടുതൽ ഇൻഫ്ലുവൻസർമാരെ ആശ്രയിക്കുന്ന അവസ്ഥ വരെയുണ്ട്. പക്ഷേ ഇവിടെ ഉയർന്ന ഒരു പ്രധാന ചോദ്യമുണ്ട്. സോഷ്യൽ മീഡിയയിലെ 90 സെക്കൻഡ് പ്രകടനം കൊണ്ട് 3 മണിക്കൂർ നീളുന്ന ഒരു സിനിമയെ തോളിലേറ്റാൻ ഇവർക്ക് കഴിയുമോ എന്നത്. റീൽസിലെ അഭിനയവും സിനിമയിലെ അഭിനയവും രണ്ടാണ്. റീൽസിൽ പലപ്പോഴും ആവശ്യം പെട്ടെന്നുള്ള ശ്രദ്ധ പിടിച്ചു പറ്റലാണ്. എന്നാൽ സിനിമയിൽ വേണ്ടത് കഥാപാത്രത്തിൻ്റെ ആഴത്തിലുള്ള അനുഭവമാണ്. അതുകൊണ്ട് തന്നെ സോഷ്യൽ മീഡിയയിൽ നിന്ന് വരുന്നവരിൽ എത്ര പേർ ദീർഘകാലം സിനിമയിൽ നിലനിൽക്കും എന്നത് കാത്തിരുന്ന് കാണേണ്ട ഒരു കാര്യമാണ്. അഭിനയം എന്നത് കേവലം അനുകരണമല്ലെന്നും അത് പരകായ പ്രവേശമാണെന്നും തിരിച്ചറിയുന്നവർ മാത്രം ഇവിടെ അതിജീവിക്കും. നാളെ സിനിമയിൽ എന്തു മാറ്റം ഉണ്ടാകും എന്നത് പ്രവചനാതീതമാണ്. ഒരുപക്ഷെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഉപയോഗിച്ചുള്ള അഭിനേതാക്കൾ വരെ ഭാവിയിൽ വന്നേക്കാം. എങ്കിലും കലയുടെ ഉറവിടം എവിടെയായാലും, അത് നാടകമായാലും മിമിക്രി ആയാലും സോഷ്യൽ മീഡിയ ആയാലും, പ്രേക്ഷകന്റെ മനസ്സ് തൊടാൻ കഴിയുന്നവർ മാത്രമേ ചരിത്രത്തിൽ ഇടം നേടുകയുള്ളൂ. മാറുന്ന മുഖങ്ങൾക്കിടയിലും മാറാത്ത സത്യം ഒന്നു മാത്രം: കഴിവുള്ളവർ എവിടെ നിന്നും ഉദിച്ചുയരും. മലയാള സിനിമ അതിൻ്റെ 100ാം വയസ്സിലേക്ക് കടക്കുമ്പോൾ ഈ ജനാധിപത്യവൽക്കരണം, അതായത് ആർക്കും സിനിമയിലെത്താം എന്ന അവസ്ഥ ഒരു വലിയ സാധ്യതയായി തന്നെ നമുക്ക് കാണാം. ഒപ്പം ഇനി അവസാനമായ ഒരു കാര്യം കൂടി: ആരൊക്കെയാണ് നിങ്ങളുടെ പ്രിയപ്പെട്ട സോഷ്യൽ മീഡിയ താരങ്ങൾ എന്ന് നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.